എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കർക്കടക മാസത്തിലെ ഈ പുണ്യദിനങ്ങളിൽ നമ്മുടെ വീടുകളിൽ രാമായണത്തിന്റെ പുണ്യം നിറയുമ്പോൾ ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമനാമം എവിടെയെല്ലാം ഉയരുന്നുവോ അവിടെയെല്ലാം ആ നാമത്തിന്റെ പരമഭക്തനായ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവും ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അമ്മമാരെ, മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം മാറാതെ നിൽക്കുമ്പോൾ, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു വഴി തുറക്കാത്തതുപോലെ തോന്നുമ്പോൾ, കുടുംബത്തിൽ സമാധാനം തിരികെ വരണമെന്ന് ഒരമ്മയുടെ മനസ്സ് ഉള്ളുരുകി ആഗ്രഹിക്കുമ്പോൾ, ഈ കർക്കടകത്തിൽ ഹനുമാൻ സ്വാമിയുടെ സന്നിധിയിൽ ഒരു വെറ്റിലമാല സമർപ്പിച്ച് മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ വഴിപാടിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത്? ഒരു വെറ്റിലമാലയ്ക്ക് പിന്നിൽ എന്താണ് ഇത്രയും വലിയ ഭക്തിപരമായ അർത്ഥം? അതും കർക്കടകം തീരും മുൻപ് മക്കളുടെ നന്മയ്ക്കായി ഈ വഴിപാട് ചെയ്യണമെന്ന് പല അമ്മമാരും ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം നമ്മൾക്കൊന്ന് നോക്കി മനസ്സിലാക്കി വരാം. അമ്മമാരെ, സ്വന്തം മക്കൾക്കൊരു ചെറിയ വിഷമം വന്നാൽ പോലും ആദ്യം വേദനിക്കുന്നത് അമ്മയുടെ മനസ്സാണ്, അല്ലേ? പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ പഠനം നന്നായി നടക്കണമേ. ഇനി ജോലി അന്വേഷിക്കുന്ന മകനോ മകളോ ആണെങ്കിൽ ഒരു നല്ല ജോലി അവർക്ക് കിട്ടണമേ. വിവാഹം വൈകുന്ന മകളാണെങ്കിൽ നല്ലൊരു ജീവിതം അവൾക്ക് ലഭിക്കണമേ. കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ കഷ്ടകാലം ഒന്ന് മാറ്റിത്തരണമേ എന്ന് ഒരമ്മയുടെ പ്രാർത്ഥന പലപ്പോഴും വാക്കുകളായി പുറത്തു വരണമെന്നില്ല. നിലവിളക്കിന് മുന്നിൽ നിശബ്ദമായി ഇരിക്കുമ്പോൾ ആ കണ്ണുകളിൽ നിറയുന്ന കണ്ണുനീരായിരിക്കും ഇതെല്ലാം വിളിച്ചു പറയുന്നത്. അങ്ങനെയുള്ള ഒരു അമ്മയുടെ മനസ്സോടെ ഈ കർക്കടകത്തിൽ ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ നമുക്ക് ഒരു ചെറിയ സമർപ്പണം നടത്താം. വലിയ ചിലവുകളൊന്നും വേണ്ട. ഒരു വെറ്റിലമാല, ഒരു നെയ്വിളക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണ വിളക്ക്, പിന്നെ സത്യസന്ധമായ അമ്മയുടെ മനസ്സ് നിറഞ്ഞ ഒരു പ്രാർത്ഥനയും. പ്രത്യേകിച്ച് സ്വന്തം മക്കളുടെ നന്മയ്ക്കായി ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തേടുന്ന അമ്മമാർ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കേൾക്കണം കേട്ടോ. കാരണം വഴിപാടിന്റെ വലുപ്പത്തേക്കാൾ വലുതാണ് അതിന് പിന്നിൽ നിൽക്കുന്ന ഒരമ്മയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അമ്മമാരെ, ഹനുമാൻ സ്വാമിക്ക് നമ്മൾ വെറ്റിലമാല സമർപ്പിക്കുന്നതിന് പിന്നിൽ പല ഭക്തിപരമായ വിശ്വാസങ്ങളും നമ്മുടെ ക്ഷേത്ര പരമ്പരകളിലും നിലനിൽക്കുന്നുണ്ട്. വെറ്റില നമ്മുടെ സംസ്കാരത്തിൽ ഒരു സാധാരണ ഇലയല്ല. മംഗളകാര്യങ്ങളിലും പൂജകളിലും സമർപ്പണങ്ങളിലും കാലങ്ങളായി വെറ്റിലയ്ക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ സന്നിധിയിൽ വെറ്റിലമാല സമർപ്പിക്കുമ്പോൾ അതിനൊരു പൂജാ സാമഗ്രി മാത്രമായി കാണാതെ ഭക്തന്റെ സമർപ്പണത്തിന്റെ ഒരു പ്രതീകമായിട്ട് കാണാം. പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയെ ശക്തിയുടെയും ധൈര്യത്തിന്റെയും അചഞ്ചലമായ രാമഭക്തിയുടെയും പ്രതീകമായി ആരാധിക്കുന്ന നമ്മൾക്ക് ഈ സമർപ്പണത്തിന് വളരെ മനോഹരമായ ഒരു ഭക്തിഭാവമുണ്ട്. നമ്മുടെ മനസ്സിൽ എത്ര വലിയ പ്രശ്നമുണ്ടായാലും ഹനുമാൻ സ്വാമി, എനിക്കിനി ഈ ഭാരം ഒറ്റയ്ക്ക് ചുമക്കാൻ കഴിയുന്നില്ല, എൻ്റെ മക്കളെ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരമ്മ ആ വെറ്റിലമാല ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ അവിടെ ഏറ്റവും വിലപ്പെട്ടത് ആ മാലയല്ല, അതിന് പിന്നിലുള്ള ആ അമ്മയുടെ വിശ്വാസമാണ്. ഇവിടെ ഹനുമാൻ സ്വാമിയുടെ ഒരു മനോഹരമായ ഭാവം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ജീവിതം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. സ്വന്തം ശക്തിയിൽ അഹങ്കരിക്കാതെ തന്റെ എല്ലാ ശക്തിയും ശ്രീരാമസ്വാമിയിൽ സമർപ്പിച്ച ഭക്തൻ. സമുദ്രം കടക്കേണ്ടി വന്നപ്പോൾ പോലും മുന്നിൽ എത്ര വലിയ തടസ്സമുണ്ടായാലും ശ്രീരാമസ്വാമിയുടെ കാര്യം എന്നൊറ്റ വിശ്വാസത്തോടെയാണ് ഹനുമാൻ സ്വാമി മുന്നോട്ടു പോയത്. അതുകൊണ്ടാണ് അമ്മമാരെ, നമ്മുടെ ജീവിതത്തിലും ഒരു തടസ്സം മുന്നിൽ നിൽക്കുമ്പോൾ ആദ്യം വേണ്ടത് ഭയമല്ല, വിശ്വാസമാണ്. ആ വിശ്വാസത്തോടെ ഹനുമാൻ സ്വാമിയുടെ പാദങ്ങളിൽ നാം സമർപ്പിക്കുന്ന ഒരു ചെറിയ വഴിപാടാണ് ഈ വെറ്റിലമാല. ഇനി എന്തുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ഇത്രയേറെ പ്രിയപ്പെട്ടതായത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനു പിന്നിൽ രാമായണത്തിലെ വളരെ മനോഹരമായ ഒരു കഥയുണ്ട്. ലങ്കായുദ്ധത്തിൽ ശ്രീരാമസ്വാമി വിജയം വരിച്ച വാർത്ത അശോകവനത്തിലിരിക്കുന്ന സീതാദേവിയെ ആദ്യം അറിയിക്കുന്നത് ഹനുമാൻ സ്വാമിയാണ്. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ ദേവി തൊട്ടടുത്ത് നിന്നിരുന്ന വെറ്റിലക്കൊടിയിൽ നിന്ന് കുറച്ച് വെറ്റിലകൾ പറിച്ച് അത് കോർത്തൊരു മാലയാക്കി ഹനുമാൻ സ്വാമിയുടെ കഴുത്തിൽ അണിയിച്ചു. കൂടാതെ ഈ വെറ്റില സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ എല്ലാ തടസ്സങ്ങളും നീക്കി നീ അവരെ അനുഗ്രഹിക്കുമെന്നും ജഗത് ജനനിയായ സീതാദേവി അന്ന് അനുഗ്രഹവും നൽകി. അപ്പോൾ അമ്മമാരെ, ഈ കർക്കടകത്തിൽ വെറ്റിലമാല എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കി വരാം. ആദ്യം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം.
എല്ലാ ഹനുമാൻ ക്ഷേത്രങ്ങളിലും വഴിപാടുകളുടെ രീതികൾ ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിലോ ഹനുമാൻ ഉപദേവതയായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലോ പോയി അവിടുത്തെ പൂജാരിയോട് വെറ്റിലമാല വഴിപാടായി സമർപ്പിക്കാമോ, എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നൊന്ന് നേരത്തെ ചോദിച്ചുറപ്പിക്കുക കേട്ടോ. ക്ഷേത്രത്തിലെ പതിവനുസരിച്ച് വഴിപാടുകൾ നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. വെറ്റിലമാല തയ്യാറാക്കുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. സാധാരണയായി നമ്മുടെ ക്ഷേത്രങ്ങളിൽ 11, 21, 27, 54 അല്ലെങ്കിൽ 108 വെറ്റിലകൾ കോർത്ത മാലയാണ് സമർപ്പിക്കുന്നത്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇതിൽ ഏറ്റവും വിശേഷപ്പെട്ടത് 108 വെറ്റിലകൾ കോർത്ത മാലയാണ്. എന്നാൽ എണ്ണം മാത്രമല്ല പ്രധാനപ്പെട്ടത്, അതിന് പിന്നിലുള്ള ഭക്തിയും പ്രാർത്ഥനയുമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. വഴിപാടിനായി തിരഞ്ഞെടുക്കുന്ന വെറ്റിലകൾ വാടാത്തതും കേടുപാടുകളില്ലാത്തതും നല്ല പുതുമയുള്ളതുമായിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പൊട്ടിയതോ ഉണങ്ങിയതോ ആയ ഇലകൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ചില ഭക്തർ ഈ മാല കോർക്കുന്നതിന് മുൻപ് ഓരോ വെറ്റിലയിലും ഭക്തിയോടെ സിന്ദൂരം കൊണ്ട് ജയ് ശ്രീറാം എന്ന് എഴുതാറുണ്ട്. ഇങ്ങനെ എഴുതി സമർപ്പിക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് അതീവ പ്രിയങ്കരവുമാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിൽ കൊടുക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ നന്നായിട്ടുണ്ടാവും. തയ്യാറാക്കിയ വെറ്റിലമാല നമ്മൾ സ്വയം വിഗ്രഹത്തിൽ ചാർത്തുന്നതിന് പകരം ക്ഷേത്രത്തിലെ പൂജാരിയുടെ കയ്യിൽ നൽകി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാവുന്നതാണ്. മാല ചാർത്തുന്ന ആ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന, എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നത്, ആ ഒരു പ്രാർത്ഥന മനസ്സിൽ ഭഗവാനോട് ഏറ്റൊന്ന് പറയുക കേട്ടോ. മക്കളുടെ പഠനമാവാം, ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ടാവാം, വിവാഹത്തിന് വേണ്ടിയിട്ടാകാം, കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടിയിട്ടാവാം, നമ്മളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊന്ന് കരകയറുന്നതിന് വേണ്ടിയിട്ടാവാം, കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവായിട്ട് സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ വേണ്ടിയാവാം. എന്ത് തന്നെയാണെങ്കിലും ആ മനസ്സിലുള്ളത് ഭഗവാനോട് മനസ്സ് നിറഞ്ഞ് കൈകൂപ്പി കണ്ണ് നിറഞ്ഞ ആ ഒരു നിമിഷത്തിൽ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഉറപ്പായിട്ടും ഭഗവാന് ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം നിവർത്തി ഉണ്ടാക്കി തരുന്നതാണ്. എന്ത് വിഷമമാണെങ്കിലും ഒരമ്മയുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ആ ഒരു സമയത്ത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ ചൊവ്വ ശനി ദിവസങ്ങളിൽ വെറ്റിലമാല സമർപ്പിക്കുന്നത് കണ്ടകശനി ദോഷങ്ങൾ മാറാനും തൊഴിൽ തടസ്സങ്ങൾ നീങ്ങാനും ഏറ്റവും ഉത്തമമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഭഗവാന്റെ നക്ഷത്രമായ മൂലം നക്ഷത്ര നാളിലും സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. മക്കൾക്കായാണ് അമ്മമാർ ഈ വഴിപാട് ചെയ്യുന്നതെങ്കിൽ അവരുടെ പേരും നക്ഷത്രവും പറഞ്ഞ് വഴിപാട് സമർപ്പിക്കാം. വലിയൊരു ചെലവ് ചെയ്യണമെന്നില്ല അമ്മമാരെ, നമുക്ക് കഴിയുന്നത്ര മാത്രം മതിയാവും. കാരണം ഭഗവാന്റെ മുന്നിൽ വിലയേറിയ വഴിപാടിനേക്കാൾ വിലപ്പെട്ടത് നിഷ്കളങ്കമായ മനസ്സാണ്. ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിക്കുന്ന സമയത്ത് അമ്മമാർക്ക് മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥന മാത്രം മതിയാവും. ഹനുമാൻ സ്വാമി, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നല്ലതു മാത്രം വരണമേ, അവർ പോകുന്ന വഴികളിലെ തടസ്സങ്ങൾ അകറ്റണമേ, തെറ്റുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ, ധൈര്യവും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. ഈ ഒരു പ്രാർത്ഥന മാത്രം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് വേണം ഈ വെറ്റിലമാല സമർപ്പിക്കാനായിട്ട്. നമ്മുടെ പ്രാർത്ഥന ഭഗവാനോട് പറയാൻ വലിയ വാക്കുകളൊന്നും തന്നെ ആവശ്യമില്ല. ഒരമ്മയുടെ ഹൃദയം തന്നെ ഒരു പ്രാർത്ഥനയാണ്. മനസ്സിൽ ഇതൊന്ന് നിരീക്ഷിച്ചിട്ട് ആ ഒരു വെറ്റിലമാല സമർപ്പിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം തന്നെ മറ്റാരും അറിയുന്നതിലും കൂടുതൽ അമ്മമാരുടെ മനസ്സ് അടുത്തറിയുന്നവനാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. കണ്ണു നിറഞ്ഞ് കൈകൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവും. ഒന്നും ആവശ്യപ്പെടുക പോലും വേണ്ട. അതായത് സങ്കടങ്ങളൊന്നും വാക്കുകളാൽ പറയേണ്ടതായിട്ടില്ല. എല്ലാം അറിഞ്ഞ് ഭഗവാൻ ഈ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരും. സർവ്വ ഐശ്വര്യവും മക്കളുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത് കാണാനുള്ള ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമി എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് ഒരുക്കി തരുന്നതാണ്. ഇനി എല്ലാവർക്കും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കണമെന്നില്ലല്ലോ. ചില അമ്മമാർക്ക് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ കാരണം പുറത്തേക്ക് പോകാൻ കഴിയുകയില്ല. ചിലർ ദൂരെയായിരിക്കും. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമൊക്കെ വളരെയധികം ദൂരെയായിരിക്കും. ചിലർക്ക് പ്രായമായ മാതാപിതാക്കളോ കുട്ടികളോ ഒക്കെ വീട്ടിലുള്ളത് കൊണ്ട് അങ്ങനെ ദൂരേക്ക് പോകാൻ സാധ്യമാവണമെന്നുമില്ല. നമ്മുടെ എല്ലാ അമ്മമാരുടെയും കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള അമ്മമാരും വിഷമിക്കേണ്ടതായിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭഗവാനെ, എനിക്ക് ആഗ്രഹമുണ്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രത്തിൽ പോയി വെറ്റിലമാല മക്കൾക്ക് വേണ്ടി അല്ലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ സമർപ്പിക്കാനായിട്ട്, പക്ഷെ ഞാൻ ഒരുപാട് ദൂരെയാണല്ലോ, എനിക്ക് സാധ്യമാവുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിൽ ഏതെങ്കിലുമൊക്കെ അമ്മമാരുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള അമ്മമാരും ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. ഭഗവാനെ പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ തന്നെ എത്തണമെന്നില്ല എന്നുള്ളൊരു കാര്യവും കൂടി അമ്മമാർ മനസ്സിലാക്കണം. ഈ കർക്കിടകത്തിൽ ഒരു ദിവസം, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ദിവസം
ഒരു ശനിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ആണെങ്കിൽ അത്രയും നല്ലതാണ്. ബുധനാഴ്ച ആണെങ്കിലും മതി ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. രാവിലെ കുളിച്ച് വൃത്തിയുള്ളൊരു വസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി നമ്മൾ അമ്മമാർ സാധാരണ പോലെ നിലവിളക്ക് കൊളുത്തുക. ഹനുമാൻ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ അന്നൊരു നെയ് ദീപം കൊളുത്താൻ സാധിക്കുകയാണെങ്കിൽ ചെറിയൊരു ശിരാതിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾക്കൊരു നെയ് ദീപം കൊളുത്തി വെക്കാൻ സാധിച്ചാൽ അത്രയും ഐശ്വര്യമാണ്. നെയ്യ് ഇല്ലെങ്കിൽ നല്ലെണ്ണയാണെങ്കിലും മതിയാവും. എന്നിട്ട് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ വലിയ ഒരുക്കങ്ങളോ ആഡംബരങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട അല്പം അവലും ഒരു പഴവും ഒരു ചെറിയ ശർക്കര കഷ്ണവും ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് നിവേദ്യമായിട്ട് ഭഗവാനെ സമർപ്പിക്കാം. ലങ്കയിലേക്ക് പോകും മുൻപ് വിശന്നു വലഞ്ഞ ഹനുമാൻ സ്വാമിക്ക് തന്റെ പ്രിയപ്പെട്ട നാഥനായ ശ്രീരാമസ്വാമി സ്വന്തം കൈകൊണ്ട് കുഴച്ചു നൽകിയ അവിൽ പൊതിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ഭഗവാന് നമ്മൾ അവിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ദൂരക്ഷേത്രത്തിൽ പോയി വെറ്റിലമാല സമർപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മമാർ ഈ ഒരു കർമ്മം ചെയ്താൽ മാത്രം മതിയാവും. ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും കൂട്ടത്തിൽ ഉണ്ടാവും. ആ ഒരു സമയത്ത് ഭഗവാനോട് പറയുക, ഭഗവാനെ അവിടത്തേക്ക് ഒരു വെറ്റിലമാല സമർപ്പിക്കാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്, അത് ഞാൻ പറ്റും പോലെ ആ ഒരു സമയത്ത് ചെയ്തോളാം. ഈ ഒരു നിവേദ്യം അതിന് പകരമായിട്ട് അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നിവേദ്യം ഭഗവാന് സമർപ്പിക്കുക കേട്ടോ. അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം മനസ്സൊരുകി മക്കളുടെ വിഷമങ്ങൾ, മക്കളുടെ പേരും നാളും അവരുടെ ഒരു മുഖവും മനസ്സിൽ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരമ്മയുടെ ആത്മാർത്ഥമായ ഈ സമർപ്പണം ഭഗവാൻ വായു വേഗത്തിൽ കേൾക്കുകയും മക്കളുടെ സർവ്വ തടസ്സങ്ങളും മാറ്റി അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അവലായാലും വെറ്റിലമാലയായാലും നമ്മൾ സമർപ്പിക്കുന്ന വസ്തുവിന്റെ വലിപ്പത്തിലല്ല, അതിന് പിന്നിലുള്ള നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയിലാണ് ഭഗവാൻ കാര്യമായി എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ഈ കർക്കിടക മാസം തീരാൻ ഇനി അധികം ദിവസങ്ങളില്ല. നമുക്കെല്ലാവർക്കും അറിയാം. സമയം കളയാതെ അമ്മമാരെല്ലാവരും തന്നെ മക്കൾക്ക് വേണ്ടി ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചോളൂ. നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കർക്കിടകത്തിൽ ഈ പ്രാർത്ഥന ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഭക്തിയോടെ ഒരു ശ്രീരാമ ജയം എന്ന് കുറിച്ചിട്ടോളൂ കേട്ടോ. ഭഗവാൻ അത് കാണാതിരിക്കുകയില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.